NDA ഘടകകക്ഷികൾ ഭരിക്കുന്ന ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വാരിക്കോരി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ ബീഹാറിന്റെ അടിസ്ഥാന സൗകര്യ വികസനം, അതുപോലെ ആന്ധ്രയുടെ അടിസ്ഥാന സൗകര്യ വികസനം, വമ്പൻ പദ്ധതികൾ, അതിനായുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. ഇതൊരു സമ്മർദ്ദത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണ് എന്നുള്ള വിമർശനം പ്രതിപക്ഷത്ത് നിന്ന് ശക്തമായി കേൾക്കുകയും ചെയ്യുന്നു. ആന്ധ്ര തലസ്ഥാന നഗര വികസനത്തിന് 15,000 കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തെ പൂർണ്ണമായും തഴഞ്ഞിരിക്കുന്നു, ആവശ്യങ്ങൾ പൂർണ്ണമായും അവഗണിച്ചിരിക്കുന്നു എന്നുള്ള വിമർശനവും പ്രതിപക്ഷത്ത് നിന്ന് ശക്തമാണ്. കേരളത്തിൽ നിന്നുള്ള MP-മാരുടെ പ്രതികരണത്തിലേക്കാണ് ഇനി പോകുന്നത്. എപ്പോഴും പ്രകൃതി ദുരന്തം നേരിടേണ്ടി വരുന്ന ഒരു സംസ്ഥാനമാണ്. മലയോര മേഖലയിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. തീരദേശ മേഖലയിൽ ഇപ്പോഴും കടലാക്രമണത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നു. അപ്പം അതിനെയൊക്കെ നേരിടാനുള്ള എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സഹായം, ഒരു പദ്ധതി എന്നുള്ള നിലയിൽ യാതൊന്നും കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക പരാമർശം പോലുമില്ല. പ്രത്യേക പരാമർശം പോയിട്ടൊരു സാധാരണ പരാമർശം പോലും കേരളത്തെക്കുറിച്ച് ഈ ബഡ്ജറ്റിൽ ഇല്ല എന്നുള്ളത് നിർഭാഗ്യകരമാണ്. ഞങ്ങളൊക്കെ പലതും പ്രതീക്ഷിച്ചിരുന്നു. ഒരു നല്ല മുൻകരുതൽ, ഒരു തയ്യാറെടുപ്പ് ഈ ഗവൺമെൻറ് ചെയ്യുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ശസ്ത്രക്രിയ വേണ്ടയിടത്ത് ഒരു മേൽനോട്ടത്തിലുള്ള ചികിത്സയാണ്. അതുകൊണ്ട് കാര്യമില്ല. ഇവിടെ ആ ചികിത്സയല്ല വേണ്ടത്, ഇവിടെ ശസ്ത്രക്രിയ വേണം. സമ്പൂർണ്ണമായി അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്ത ഒരു ബഡ്ജറ്റാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ നട്ടെല്ല് എന്ന് പറയുന്ന റബ്ബറാണ്. ആ റബ്ബർ കൃഷിക്കാരെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ അന്ന് മുതൽ ദ്രോഹിക്കുകയാണ്. ഇനി കേരളം രക്ഷപ്പെടണമെങ്കിൽ ഒരു നിതീഷ് കുമാറോ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവോ കേരളത്തിൽ ജനിക്കേണ്ട സാഹചര്യമാണിപ്പോൾ സംജാതമായിരിക്കുന്നത്. ചെറിയൊരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഷോർട്ട് ബ്രേക്ക്.